ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചായ തിളപ്പിച്ചു, പാല് കാച്ചി വെച്ചു. പുട്ടുണ്ടാക്കിയത് എന്താണെന്നറിയാം, ഒരുപാട് റോബസ്റ്റയുടെ പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. അത് തീരണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, പുട്ടുണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. ഞാനും ഇക്കായും അമ്മും അക്കവും കൂടെ. അങ്ങനെ ഇക്കായും അക്കവും കൂടെ റെസ്റ്റോറൻറ്റിൽ പോവാണ്. ഞാനും അമ്മും പോകുന്നത് സ്കൂളിലാണ്. അപ്പോൾ ഞങ്ങളെ വഴിയിൽ ഇറക്കി വിടാമെന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾ വന്നതാണ്. അങ്ങനെ ഞങ്ങളെ ഇറക്കി വിടുകയാണ് കേട്ടോ. ഇവിടെ ഇതാണ് അക്കവും അമ്മും കിച്ചുവും പഠിക്കുന്ന സ്കൂള്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് യൂണിഫോം മേടിക്കണം, അതുപോലെ തന്നെ ഫീസ് അടയ്ക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കിച്ചുവിൻ്റെ ടെസ്റ്റ് മേടിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ്. ഞാനും അമ്മും കൂടി ഇതിനകത്തോട്ട് വന്ന് കയറുകയാണ് കേട്ടോ. അങ്ങനെ അതൊന്നും വാങ്ങിക്കുന്നൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല, നെക്സ്റ്റ് വീഡിയോ കാണിക്കാവേ. പിന്നെ ഞാൻ ഫീസ് അടയ്ക്കുകയാണ് ഇവിടെ വന്നത്. നമ്മൾ ഫീസ് ഓൺലൈൻ വഴി പേയ്മെൻറ്റ് മന്ത്ലി ഓൺലൈൻ കെട്ടാം, അല്ലാത്ത ടൈമിൽ ഇവിടെ വന്ന് ഫീസ് കെട്ടാം. അങ്ങനെ ഫീസൊക്കെ അടച്ചിട്ട് ഞാനും അമ്മും കൂടെ പോവുകയാണ്. ഇക്കായെ വിളിച്ചില്ല, ഞങ്ങൾ ഓർത്ത് ഷെയറോട്ടേ കയറി പോകാമെന്ന് വിചാരിച്ച് ഞാനും അമ്മും കൂടെ ജോളിയായിട്ട് പോവുകയാണ്. അപ്പോൾ ഇക്ക പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, നമുക്ക് ജോളിയായിട്ട് ഷെയറോട്ടേ കയറി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്നോട് എൻജോയ് ചെയ്ത് പോവുകയാണ്. ഞാനങ്ങനെ ഷെയറോട്ടയിലൊന്നും കയറിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കയറുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്പൂൺസി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അക്കൂട്ടൻ ഇവിടെ കൗണ്ടറിൽ ഇരിപ്പുണ്ട്. അങ്ങനെ സ്പൂൺസി വന്ന് കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ ഇരുന്നു. ഞാനും ഇവിടെ നമ്മുടെ പിങ്കിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിങ്കിയുമായിട്ടിരുന്ന് കളിച്ച് കുറച്ച് നേരം. അതിനുശേഷം പിന്നെ ഞങ്ങൾ പിങ്കിയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്, ഞാനും അക്കുവും കൂടെ കേട്ടോ. എന്നിട്ട് എനിക്കൊരു ഷൂ മേടിക്കണമായിരുന്നു. അങ്ങനെ വീട്ടിൽ പോകുന്ന വഴിക്കൊരു ഷൂ മേടിക്കാതെ ഞങ്ങളൊരു ഷോപ്പിൽ കയറുകയാണ്. അങ്ങനെ ഞാനും അക്കുവും കൂടെ കയറി. അങ്ങനെ എന്താ അവിടെ ഒരുപാട് സെലക്ഷനൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ നോക്കി അങ്ങനെ കുറേ നോക്കി ഒരു ഷൂ അവസാനം എടുത്തിട്ട്, ഒരുപാട് സെലക്ഷൻ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷനായിപ്പോൾ ഏതെടുക്കണം. അപ്പോൾ നോർമൽ ഷൂ മതിയെന്ന് പറഞ്ഞ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പിങ്കിയെ എടുത്തുകൊണ്ട് വരുവാണ് അക്കൂട്ടൻ. ഞാനും അക്കവും കൂടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയാണ്. അക്കൂട്ടന് വീട്ടിൽ വന്ന് ഫുഡ് മതിയെന്ന് പറഞ്ഞേ. അങ്ങനെ ഞാൻ പെട്ടെന്ന് അക്കൂട്ടന് വേണ്ടി ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കുകയാണ്. അക്കൂട്ടൻ പറഞ്ഞാൽ എനിക്കൊന്നും വേണ്ട, ഓംപ്ലേറ്റും ഉമ്മിയുടെ തേങ്ങ അരച്ച ചമ്മന്തി ഉമ്മി ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അത് ഉണ്ടാക്കി തരുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതിനെന്ത് ഉണ്ടാക്കി തരാമല്ലോ, മുളകൊക്കെ ചുട്ടുണ്ടാക്കുന്നത്. അങ്ങനെ ചമ്മന്തിയും ഓംപ്ലേറ്റും ഉണ്ടാക്കി. എനിക്ക് വേണ്ടി ഞാൻ ചീരത്തോരനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അക്കൂട്ടന് വേറൊന്നും വേണ്ടാന്ന് പറഞ്ഞത് കാരണം ഒന്നും ഉണ്ടാക്കില്ല. പിന്നെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. ഇത് കൂട്ടി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് ഇനി എനിക്ക് റെസ്റ്റോറൻറ്റിൽ പോകണം, കാരണം അക്കൂനെ അവിടെ കൊണ്ടിരുത്തിയിട്ട് എനിക്ക് കുറച്ച് അമ്മൂനും കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം. അമ്മു റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത്. അമ്മൂനെ അവിടെ നിന്ന് വേണം കൂട്ടിക്കൊണ്ട് പോകാൻ. അപ്പോൾ ഞാൻ അക്കൂനോട് പറഞ്ഞ് പെട്ടെന്ന് കഴിച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ വന്ന് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഞാനതൊന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ ഇവിടുന്ന് അമ്മൂനെയും വിളിച്ചുകൊണ്ട് ഇക്കായും വിളിച്ചുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരുടെ ഇപ്പോൾ ഒരു ഷോപ്പിലോട്ട് പോവുകയാണ്, കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി. അപ്പോൾ അക്കു ആണെങ്കിൽ കൗണ്ടർ നോക്കിക്കോളും, അവനെ അവിടെ ഇരുത്തിയിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങളിത് കളേഴ്സ് എന്ന് പറയുന്നൊരു ഷോപ്പാണ്. ഇവിടെ നല്ല കളക്ഷൻസാണ്, ഒരുപാടുണ്ട് കേട്ടോ. അതുപോലെ ലെഗിൻസും ഉണ്ട്, ഇവിടെ ജഗ്ഗിൻസും ഉണ്ട് കേട്ടോ. നല്ലതാണ്, ഒരുപാട് ഏതെടുക്കണം എന്ന് എനിക്ക് അതിനകത്തോട്ട് കയറിയപ്പോൾ എനിക്കും അമ്മൂനും കൺഫ്യൂഷൻ ആയിപ്പോയി. അങ്ങനെ ഞാനും അമ്മും കുറേ ജഗ്ഗിൻസ് എടുത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സൈസ് കളറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, രണ്ടുപേർക്കും ഒരേപോലെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എല്ലാം പാക്ക് ചെയ്ത് ബില്ല് കണ്ടപ്പം ഞെട്ടി, 7,000 സംതിങ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇടാൻ കുറച്ച് ടോപ്സൊക്കെ വാങ്ങിക്കണം. ടോപ്സ് ഇവിടെ ഇല്ല കേട്ടോ, ഈ 2 ഐറ്റം മാത്രമേ ഇവിടെ ഉള്ളൂ. അത് കാരണം ടോപ്സൊക്കെ മേടിക്കാൻ ഞങ്ങൾ വേറൊരു ഷോപ്പിലാണ് പോയത്. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ, അതൊക്കെ വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ ഒരുപാട് വീഡിയോസ് ആയാലും നിങ്ങൾക്കും ബോറടിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ വന്ന് എത്തി ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഷൂ രാവിലെ വാങ്ങിച്ചതാണ്, പിന്നെ സോക്സും രാവിലെ വാങ്ങിച്ചതാണ്. പിന്നെ എനിക്ക് ജീൻസിൻ്റെ ഒരു ടോപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു കോട്ടൻ്റെ ടോപ്പാണ്. ഇതെല്ലാം ജീൻസിൻ്റെ കൂടെ ഇടുന്നതാണ് കേട്ടോ. ജീൻസിൻ്റെ കൂടെ ഇടാൻ നമുക്ക് ജഗ്ഗിൻസിൻ്റെ കൂടെ, ഇതൊക്കെ ജീൻസിൻ്റെ കൂടുന്ന കുറേ ടോപ്സ്, 5-6 ടോപ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കിച്ചുവിന് 2 ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ലെഗിൻസും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഇതൊക്കെയാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഒരുപാട് ഐറ്റമൊക്കെ കുറച്ചൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ കടയിൽ നിന്ന് രാത്രി ഫുഡും കൊണ്ടാണ് വന്നത് കേട്ടോ. ഞാൻ എന്ത് ഫുഡാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അൽഫാമും പിന്നെ അതേപോലെ തന്നെ പൊറോട്ട, ചില്ലി ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ രാത്രിയിലത്തെ ഫുഡ്. ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. മയോണൈസ് ഉണ്ടായിരുന്നു, ഗ്രീൻ ചട്നി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരോടും ഒന്നിച്ചിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? അതിനുശേഷം പിന്നെ ഞങ്ങൾ അക്കുട്ടൻ മാങ്ങ എടുത്ത് കട്ട് ചെയ്തൊന്ന് കഴിക്കാൻ വേണ്ടി എല്ലാവർക്കും. പിന്നെ മാങ്ങയും കഴിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോകണം. മാങ്ങ കട്ട് ചെയ്യാൻ അക്കൂട്ടന് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും മാങ്ങ രാത്രി കട്ട് ചെയ്യുന്നത് അക്കൂട്ടനാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ. താങ്ക് യു.